നമുക്ക് തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് എവിടെ നിർത്തിയത്? ഞാൻ മെട്രിക് എടുത്തായിരുന്നു. മെട്രിക് എടുത്തായിരുന്നു ഞാൻ. മെട്രിക് ഹലോ ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? വെക്ടർ സ്പേസ് നോക്കി, നോമും ഇന്നർ പ്രൊഡക്റ്റും പഠിച്ചു. അതിനുശേഷം നോർമൽ സ്പേസും ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും അല്ലേ? നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് വന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് തന്നാൽ നമുക്ക് അതിന് ഒരു നോം ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എല്ലാ ഇന്നർ പ്രൊഡക്റ്റും നോർമൽ സ്പേസ് ആണ്. അവിടെയല്ലേ നിർത്തിയത്? ഹലോ, വോയിസ് ക്ലിയർ അല്ല? അതാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൊന്ന് മെട്രിക് ആണ് നോക്കാൻ പോകുന്നത്. ഡിസ്റ്റൻസ് ഓർ മെട്രിക്. ഇപ്പൊ മെട്രിക് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകാം. ഓക്കെ, നമ്മളിപ്പോ നോം ഡിഫൈൻ ചെയ്തു, ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തു അല്ലെ? ഫങ്ഷൻസ് തന്നെയാണ്. നോം എന്ന് പറയുന്നത് ഇപ്പൊ എക്സ് ഈസ് എ വെക്ടർ സ്പേസ് ഓവർ കെ ആണെങ്കിൽ എക്സ് ക്രോസ് എക്സ് ൽ നിന്ന് കെയിലോട്ട്. നോം എന്ന് പറയുന്നത് x2 r. നമ്മൾ മെട്രിക് ആണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. മെട്രിക് എന്ന് പറഞ്ഞാൽ അഗൈൻ ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷെ അത് വെക്ടർ സ്പേസിനകത്ത് ഡിഫൈൻ ചെയ്യണമെന്നില്ല. വെക്ടർ സ്പേസ് ലീനിയർ സ്പേസിനകത്ത് ഡിഫൈൻ ചെയ്യണമെന്നില്ല. ഒരു സെറ്റിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എക്സ് ബി എ സെറ്റ്. നമ്മൾ വെക്ടർ സ്പേസ് ഒക്കെ വിട്ടു. ഇപ്പൊ നമ്മളൊരു സെറ്റ് എടുത്തു, എക്സ് ബി എ സെറ്റ്. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെന്നാ? നമ്മുടെ പ്രൊഡക്റ്റിന്റെ അതേ ഡൊമൈൻ എക്സ് ക്രോസ് എക്സ് ടു ആർ. എന്താണ് ഈ ഡി എന്ന് പറയുന്ന ഫംഗ്ഷനെ മെട്രിക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈ സം പ്രോപ്പർട്ടീസ്. ഓക്കെ, എന്താ? ഡിസ്റ്റൻസ് ഡി ഓഫ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കും. ആൻഡ് നമ്മുടെ നോമിന്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെ ഏകദേശം. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഫൈൻ ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ. അതായത് ഡിസ്റ്റൻസ് എക്സും ആയതുകൊണ്ട് ഡിസ്റ്റൻസ് 0 ആണെന്ന് എപ്പോഴാണ്? എക്സ് വൈയും ഈക്വൽ ആവും. സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ? ഡി ഓഫ് വൈ എക്സ് ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ. എക്സും വൈയും നമ്മുടെ ഡിസ്റ്റൻസും വൈയും എക്സും നമ്മുടെ ഡിസ്റ്റൻസും സെയിം ആണ്. ഇത് ട്രയാങ്കിൾ ഇക്വാലിറ്റി. അറിയാലോ, എക്സ് എവിടെയുണ്ട്, വൈ എവിടെയുണ്ട്, സെറ്റ് എവിടെയുണ്ട്. ഡി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സും വൈ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സും സെറ്റ് ഡിസ്റ്റൻസ് പ്ലസ് സെറ്റ് വൈ ഡിസ്റ്റൻസിനേക്കാൾ ചെറുതായിരിക്കും. ഡി ഓഫ് എക്സ് വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് സെറ്റ് പ്ലസ് ഡി ഓഫ് സെറ്റ് വൈ. അപ്പൊ നമ്മളൊരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തതും നോം ഡിഫൈൻ ചെയ്തതും ഒരു വെക്ടർ സ്പേസ് അഥവാ ഒരു ലീനിയർ സ്പേസിനകത്ത്. ഓക്കെ, പക്ഷെ നമുക്കൊരു മെട്രിക് ഡിഫൈൻ ചെയ്യുന്നത് അവിടെ മതി, ഒരു സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യണം. വെക്ടർ സ്പേസ് ആയാലും കുഴപ്പമില്ല, സെറ്റിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രക്ചർ ആണല്ലോ വെക്ടർ സ്പേസ്. ഓക്കെ, നമുക്ക് സെറ്റ് മതി, ഇറ്റ് ഈസ് ഇനഫ്, സെറ്റ് മതി. ഓക്കെ, അപ്പോൾ ലെറ്റ് എക്സ് ബി എ സെറ്റ് ആൻഡ് ഡി ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ക്രോസ് എക്സ് ടു ആർ. സാറ്റിസ്ഫൈ ദീസ് 3 പ്രോപ്പർട്ടീസ്, ദെൻ ഡി ഈസ് കോൾഡ് മെട്രിക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ. ഇനി എക്സും ഈ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മെട്രിക്കും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇത് എന്താണത്? മെട്രിക് സ്പേസ് ആണ്. ഓക്കെ, ഒരു റിയൽ അനാലിസിസ് പഠിക്കുന്നതാണ്. ഓക്കെ അല്ലേ? മെട്രിക് സ്പേസ്, നോർമൽ സ്പേസ്, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് മെട്രിക് സ്പേസ്. മെട്രിക് സ്പേസ് ഡിഫൈൻ ചെയ്യാൻ ഒരു സെറ്റ് മതി, ഒരു ഫംഗ്ഷൻ ഉണ്ട് ഡി ഫ്രം എക്സ് ക്രോസ് എക്സ് ടു ആർ സാറ്റിസ്ഫൈ ദീസ് 3 പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാ? ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയും ഡി ഓഫ് എക്സ് വൈ ഷുഡ് ബി എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. വൈയും എക്സും നമ്മുടെ ഡിസ്റ്റൻസ് ഈക്വൽ ടു എക്സും വൈ നമ്മുടെ ഡിസ്റ്റൻസ്. ആ എക്സും ഡിയും ചേർത്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ? മെട്രിക് സ്പേസ് എന്ന് പറയാം. ഓക്കെ, ഓക്കെ അല്ലേ? നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തു, നോം ഡിഫൈൻ ചെയ്തു, എന്നിട്ട് ഇന്നർ പ്രൊഡക്റ്റ് തന്നാൽ അതിൽ നിന്ന് നമുക്കൊരു നോം ഉണ്ടാക്കാൻ പറ്റി അല്ലേ? എങ്ങനെയായിരുന്നു? നോം എക്സ് ഷുഡ് ബി ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് റേസ് ടു 1/2. അതായത് ഇന്നർ പ്രൊഡക്റ്റ് തന്നു, ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത വെക്ടർ സ്പേസിനകത്ത് നമുക്ക് എന്ത് പറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും? വി ക്യാൻ ഫൈൻഡ്
ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇൻഡ്യൂസ്ഡ് നോം. ഇനി നമുക്ക് തരുന്നത് ഇതേപോലെ ഒരു നോം തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് തന്നാൽ നോം കണ്ടുപിടിക്കാൻ പറ്റും, നോം തന്നാൽ മെട്രിക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് തന്നാൽ മെട്രിക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വോയിസ് ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണ്, clear ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിപ്പോ എന്താ പ്രൊപ്പോസിഷൻ 5 പറയുന്നത്? മെട്രിക് ഡിഫൈൻ ചെയ്യാൻ സെറ്റ് മതി. അപ്പൊ ജസ്റ്റ് മെട്രിക്കിന്റെ ഡെഫിനേഷനിൽ ഞാൻ സെറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. പ്രൊപ്പോസിഷൻ പറയുന്നത് ലീനിയർ സ്പേസിലാണ്. കാരണം എന്താ, അവിടെ ആ സ്പേസിനകത്ത് നമുക്ക് നോം ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ടാണ് അത് സ്പേസ് ആയത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് മാത്രം മതി. ജസ്റ്റ് മെട്രിക്കിന്റെ കേസ് പറയാൻ സെറ്റ് മാത്രം മതി. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഓഫ് മെട്രിക്കിന്റെ ഡെഫിനേഷനകത്ത് എക്സ് സെറ്റ് ആയത്. പ്രൊപ്പോസിഷൻ 5 എന്തുകൊണ്ട് ലീനിയർ സ്പേസ് എടുത്തു എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നോം തന്നാലല്ലേ മെട്രിക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നർ പ്രൊഡക്റ്റ് തന്നാൽ നോം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ. ഇനി നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത് നോം തന്നാൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മെട്രിക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ നോം തരണം എന്നുണ്ടെങ്കിൽ നോം എവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ? വെക്ടർ സ്പേസിനകത്ത് അല്ലെങ്കിൽ ലീനിയർ സ്പേസിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്തായിട്ട് എടുത്തുള്ളത്, ലീനിയർ സ്പേസ് ആയിട്ട് എടുത്തുള്ളത്. ഓക്കെ, ഗിവൺ എക്സ് എന്ന് പറയുന്നത് എന്താ, ലീനിയർ സ്പേസ് ആണ് വിത്ത് നോം ഡിഫൈൻഡ് ഓൺ. ഓക്കെ, പ്രൊപ്പോസിഷൻ 5 ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി? ഒരു നോം തന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പോ എക്സ് ടു ആർ ആണ് അല്ലെ. ഇപ്പൊ നോം തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി എന്ന് പറയുന്നത് എക്സ് ക്രോസ് എക്സ് ടു ആർ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഡി ഓഫ് ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ കോഡഡ് പെയർ ആയിട്ടാണ്, ഒരു എക്സും ഒരു വൈയും. അങ്ങനെയാണ് ഇവിടുത്തെ എലമെന്റ്സ് വരുന്നത്. ശരിയല്ലേ? ഡൊമൈനകത്ത് എക്സ് ക്രോസ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ഓർഡർഡ് പെയർ എ ബി, ഓർഡർഡ് പെയർ എക്സ് വൈ. അങ്ങനെയല്ലേ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്തായിരിക്കണം? റിയൽ നമ്പർ ആവുന്ന രീതിക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ മതി? നമുക്ക് അറിയുന്നത് നോം ആണ്. നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് ഡിഫൈൻ ചെയ്താൽ മതി. കാരണം എന്താ, എക്സും വൈയും എക്സിലെ എലമെന്റ് ആണ്. അപ്പൊ എക്സ് മൈനസ് വൈ അഗൈൻ എക്സിലെ എലമെന്റ് ആണ്. കാരണം എക്സ് വെക്ടർ സ്പേസ് ആണ്. എക്സ് മൈനസ് വൈ വെക്ടർ സ്പേസ് ആണെങ്കിൽ ആ എക്സ് മൈനസ് വൈനെ നോം ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം നോം തന്നിട്ടുണ്ട്. അപ്പൊ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് ഡിഫൈൻ ചെയ്താൽ ഇതെന്തായി? ഒരു മെട്രിക് ആയി. അതായത് ആ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൂഫാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ മെട്രിക്കിനെ നമ്മൾ എന്ത് പറയും? മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ ദ നോം. ഓക്കെ, ദിസ് മെട്രിക് ഈസ് കോൾഡ് നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആദ്യം ഇന്നർ പ്രൊഡക്റ്റ്, പിന്നെ നോം, ഇപ്പൊ മെട്രിക്. ഇന്നർ പ്രൊഡക്റ്റിന് നോമിലോട്ട് വന്ന് നോമിൽ തന്ന മെട്രിക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇൻ ജനറൽ ഇന്നർ പ്രൊഡക്റ്റ് തന്നാൽ മെട്രിക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? അത് ഡൗട്ട് ഉണ്ടോ? ഒരു സെറ്റും ഒരു ഫംഗ്ഷനും ചേർത്ത് വെച്ചു, അതാണ് മെട്രിക് സ്പേസ്. ഡി എന്ന് പറയുന്നത് മെട്രിക് ആണെങ്കിൽ എക്സും ഡിയും കൂടെ ചേർത്ത് വെച്ചാൽ മെട്രിക് സ്പേസ്. നോമും എക്സും കൂടെ ചേർത്ത് വെച്ചു, എക്സ് വെക്ടർ സ്പേസ് വിത്ത് നോം ചേർത്ത് വെച്ചാൽ അത് നോർമൽ സ്പേസ്. ഇന്നർ പ്രൊഡക്റ്റും ആ ഒരു വെക്ടർ സ്പേസും കൂടെ ചേർത്ത് വെച്ചാൽ അത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഫൈനലി ഇപ്പൊ എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി? ഇന്നർ പ്രൊഡക്റ്റ് തന്നാൽ നോം കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് അല്ല നോർമൽ സ്പേസ്. ഇപ്പൊ എന്താ പറഞ്ഞത്? നോം തന്നാൽ മെട്രിക് സ്പേസ്, മെട്രിക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എല്ലാ നോർമൽ സ്പേസും മെട്രിക് സ്പേസ് ആണ്. ഇതാണ് ഇപ്പൊ കൺക്ലൂഷൻ. ഓക്കെ ആണോ? അതാണ് ഞാൻ റിമാർക്ക് 2 ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഓക്കെ ആണോ? ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ? ഹലോ, ഹലോ, കേൾക്കുന്നില്ല? ഹലോ, കേൾക്കാം. ആ ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇല്ല സർ. ഓക്കെ,
ശരി, റിമാർക്ക് 3 നോക്കൂ. ഷോർട്ട്സ് ഇൻഇക്വാളിറ്റി നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് അതിനെ ഒന്ന് നോമിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. അതെ, നമ്മൾ അന്ന് പഠിച്ച എന്തായിരുന്നു? മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വൈ വൈ അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത് അന്നൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു ഇന്നർ പ്രോഡക്റ്റ് തന്നാൽ നമുക്ക് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നോം കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. വൈ എങ്ങനെ ഡിഫൈൻ ചെയ്യും? നോം എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് റേസ് ടു 1/2 അല്ലേ? സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് റേസ് ടു 1/2 ദ ഹോൾ സ്ക്വയർ. റൂട്ട് കിട്ടാകുമ്പോൾ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എക്സ് ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതെന്താവും? നോം എക്സ് സ്ക്വയർ എന്നാകും. ഇന്നർ പ്രോഡക്റ്റ് വൈ ബൈ നോം വൈ സ്ക്വയർ. റൂട്ട് എടുക്കാം, കാരണം എല്ലാം നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് കിട്ടും മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം. ഈ ലെഫ്റ്റ് സൈഡിൽ മോഡുലസ് വേണം, കാരണം എന്താ? ഈ ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ചിലപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ആവാം. മോഡുലസ് എടുക്കുമ്പോൾ അത് റിയൽ ആവും അല്ലേ? ഇതൊക്കെയാണോ? ഹലോ, ഓക്കെ ആണോ? ഓക്കെയാണ് സാർ. ഓക്കെ, അടുത്ത പോളറൈസേഷൻ ഐഡന്റിറ്റി ഇതേപോലെ മാറ്റി എഴുതിയാൽ മതി. എങ്ങനെ? 4 ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ഈക്വൽ ടു നമ്മൾ അന്ന് എങ്ങനെ എഴുതിയേ? ജസ്റ്റ് ഒന്ന് എഴുതാം. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ഇതല്ലേ? കറക്റ്റല്ലേ? എക്സ് പ്ലസ് വൈ എക്സ് എക്സ് നോം എക്സ് സ്ക്വയർ ആകുമെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താവും? നോം എക്സ് പ്ലസ് വൈ സ്ക്വയർ ആകും. ശരിയല്ലേ? അതുപോലെ എക്സ് മൈനസ് വൈ നോം എക്സ് മൈനസ് വൈ സ്ക്വയർ ആകും അല്ലേ? ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എക്സ് ഈക്വൽ ടു നോം എക്സ് വൈ ഞാൻ മേലെ പ്രൂവ് ചെയ്ത് എഴുതി. അപ്പൊ ഇന്നർ പ്രോഡക്റ്റ് എക്സ് മാറ്റി എക്സ് പ്ലസ് വൈ നാക്കി, എക്സ് മാറ്റി എക്സ് പ്ലസ് വൈ നാക്കി. അല്ലാതെ എന്തായി? ജസ്റ്റ് എക്സ് റീപ്ലേസ് ചെയ്തിട്ട് എക്സ് പ്ലസ് വൈ സ്ക്വയർ കൊടുക്കുക. എക്സ് പ്ലസ് വൈ നോം എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു നോം ഓഫ് എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു നോം ഓഫ് എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ. ഓക്കെ, ഈ ഒരു ഫോമിലോട്ട് മാറ്റാനായിട്ട് പറ്റും. ഇത്രയും നേരം പഠിച്ചതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയത്. ഓക്കെ, ഓക്കെ അല്ലേ? സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. സ്പീഡാണോ? ഓക്കെ ആണോ? ഹലോ, സ്പീഡ് കൂടുന്നുണ്ടോ അതോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ ആണോ? അടുത്ത സെക്ഷനിൽ എടുത്തോടെ തിയറം 1 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, തിയറം 1 നമ്മളിപ്പോ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടല്ലോ. നമ്മൾ കണ്ടിന്യൂറ്റി ഒക്കെ എവിടെ പഠിക്കുക? നമ്മൾ ആദ്യം സെറ്റ് പഠിക്കും, പിന്നെ റിലേഷൻ പഠിക്കും, പിന്നെ ഫങ്ഷൻസ് പഠിക്കും. ഒരു ഫങ്ഷൻ തരുമ്പോഴാണ് പിന്നെ അത് കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് അല്ലയോ എന്നൊക്കെ പഠിക്കും. ശരിയല്ലേ? അല്ലേ? ഒരു ഫങ്ഷനല്ലേ നമ്മൾ കണ്ടിന്യൂസ് ആണോ ഇല്ലയോ എന്നൊക്കെ പറയാം. So if f is a function from a to b, a and b രണ്ട് സെറ്റ് ആണ്. empty set f from a to b, a function f is said to be continuous. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഉണ്ട് അല്ലേ? അതായത് സീക്വൻഷ്യൽ ഡെഫിനിഷൻ ഉണ്ട്. നമുക്ക് ഗ്രാഫിക്കൽ എങ്ങനെ പറയാം? വിത്തൗട്ട് ബ്രേക്ക് ഇല്ലാതെ വരയ്ക്കാൻ പറ്റുന്ന ഫങ്ഷൻസ് ആണ് കണ്ടിന്യൂസ് ഫങ്ഷൻ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റും നോമും അതൊക്കെ ഒരു ഫങ്ഷൻ അല്ലേ? അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ച് നമുക്ക് സംസാരിച്ചൂടെ? നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാം? കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്.
ഇതെല്ലാം ബേസിക്സ് ആണ്, കുറച്ചുകൂടെ സ്പീഡിൽ പോകണം. ഓക്കെ, ഇത് ഓക്കെ ആണോ? പറഞ്ഞോട്ടെ. Yes, sir. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് അറിയാലോ എഫ് ഫ്രം എ ടു ബി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി നമുക്ക് ഗിവൺ എപ്സിലോൺ. നമുക്ക് എപ്സിലോൺ എന്താ ഡെഫിനേഷൻ വേണ്ട, നമുക്ക് ജനറൽ സീക്വൻഷ്യൽ ഡെഫിനേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി എന്താ, ഞാൻ അത് നമുക്ക് പ്രൂഫ് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം, നമുക്ക് അപ്പം എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് ഫംഗ്ഷനാണ് ഇന്നർ പ്രൊഡക്റ്റും നോമും, രണ്ട് ഫംഗ്ഷൻസ് ആണ് അല്ലെ. ആ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കും, ജസ്റ്റ് എഴുതാം. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പ്രൂഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ പ്രൂവ് ചെയ്യാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ, കണ്ടിന്യൂസ് നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് കുറച്ച് സിമ്പിൾ ആണ്, അപ്പൊ ഇപ്പം മാത്രമേ ഉള്ളൂ. പാരലഗ്രാം ലോ പറയട്ടെ, പാരലഗ്രാം ലോ പ്രൊപ്പോസൽ 6 പറയട്ടെ. ഞാനൊന്നും അവസാന ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ, എല്ലാ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും നോർമൽ സ്പേസ് ആണ്, പക്ഷെ എല്ലാ നോർമൽ സ്പേസും ഇന്നർ പ്രൊഡക്റ്റ് അല്ല. അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? ഈ പാരലഗ്രാം ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്പേസ് തന്നു, നോർമൽ സ്പേസ് ആയിരിക്കും, അത് ഇന്നർ പ്രൊഡക്റ്റ് ആണോ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണോ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ്, അതായത് എല്ലാ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ലോ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അത് എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, പാരലഗ്രാം ലോ ജസ്റ്റ് പറയാം. എന്താ തന്നിട്ട് ഗിവൺ എന്താ, ഒരു ഇന്നർ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, ഒരു വെക്റ്റർ സ്പേസ് എക്സ്, ഒരു ലീനിയർ സ്പേസ് ഓവർ കെ വിത്ത് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ഓൺ. ഓക്കെ, അപ്പൊ ഒരു ഇന്നർ പ്രൊഡക്റ്റ് തന്നാൽ അത് ഇൻഡ്യൂസ് ചെയ്യുന്ന നോം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇതാണ് നോ, ഈസ് നോ ഇൻഡ്യൂസ്ഡ് നോം എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ഇത് വെറുതെ ഒരു നോം അല്ല, ഇന്നർ പ്രൊഡക്റ്റ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോം എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ടു 1 റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ്. ഓക്കെ, ആ നോമാണ്. അപ്പൊ എക്സ് ഒരു വെക്റ്റർ സ്പേസ് ആണ് ഓവർ കെ, അതിനകത്തൊരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇൻഡ്യൂസ് ചെയ്യുന്ന നോം വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്താ, നോം ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ സമയ എന്താ, ക്യാപിറ്റൽ എക്സിലെ ആർബിട്രറി എലമെന്റ്സ്. ഓക്കെ, is equal to 2 into norm x square plus norm x square. ഇതൊന്ന് ഓർത്ത് വെക്കണം ഈ റിസൾട്ട്, മനസ്സിലായോ? അതായത് ഇന്നർ പ്രൊഡക്റ്റ് നോം ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇന്നർ പ്രൊഡക്റ്റ് അതായത് ഗിവൺ ഒരു വെക്റ്റർ സ്പേസ് തന്നിട്ടുണ്ട്, അപ്പൊ അതിനകത്ത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇൻഡ്യൂസ് ചെയ്യുന്ന നോം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാം അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത് വെച്ചു. ആ നോമില് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, നോം എക്സ് പ്ലസ് വൈ, അതായത് ഏതൊരു എക്സും വൈയും ആർബിട്രറി ലെറ്റ് എക്സ് കോമ വൈ, നമ്മൾ ക്യാപിറ്റൽ നമ്മുടെ വെക്റ്റർ സ്പേസിന് ഏത് രണ്ട് എലമെന്റ് എടുത്താലും എക്സ് പ്ലസ് വൈ അഗൈൻ അതിന് എലമെന്റ് ആയിരിക്കും, ഞാൻ വെക്റ്റർ സ്പേസ് ആണ് അല്ലെ, ക്ലോസ് ആൻഡ് റേഡിയേഷൻ ആണ്, അതിന്റെ നോം കണ്ടുപിടിക്കുക. എക്സ് മൈനസ് വൈ അഗൈൻ എക്സിനകത്ത് വരും, അതിന് നോം കണ്ടുപിടിക്കുക, സം എടുക്കുക. അതെന്ന് പറയുന്നത് ഈക്വൽ ടു 2 ടൈംസ് നോം എക്സ് സ്ക്വയർ പ്ലസ് നോം വൈ സ്ക്വയർ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ ചെയ്യാം, എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, പ്രൂഫ് ഞാനിപ്പോ നോക്കുന്നതിൽ ജസ്റ്റ് നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസേ അവർ യൂസ് ചെയ്തിട്ടുള്ളൂ, നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ് നോക്കാം. അതായത് ഞാൻ അവസാന ക്ലാസ്സിൽ പറഞ്ഞില്ല, ഇതിന് കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളാണ്. അത് ഇന്നർ പ്രൊഡക്റ്റ് ആണോ, നോർമൽ സ്പേസ് ആണോ, ഫൈനാക്സ് സ്പേസ് ആണോ, അതായത് സി നോട്ടീസ്. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ വരുന്നത് സി നോട്ട് നോട്ട് ആണ്. അപ്പൊ ജസ്റ്റ് ആ നൊട്ടേഷനും സ്പേസ് എന്താണ്, അതിന്റെ എലമെന്റ്സ് എങ്ങനെ വരുന്നത് നിങ്ങൾ പഠിക്കണം. നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്താ, അത് ബനാക് സ്പേസ് ആണോ, ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. സി നോട്ട് ബനാക് സ്പേസ് ഓർ നോട്ട് അങ്ങനെ. അപ്പൊ അതിന് നമുക്ക് ഈ എല്ലാ സ്പേസുകളും അറിയണം, അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഇന്നർ പ്രൊഡക്റ്റുകൾ അറിയണം, അതിനകത്തുള്ള എലമെന്റ്സ് എങ്ങനെ ഉണ്ടാവുന്നു. അപ്പൊ റിയൽ നമ്പർ എടുത്താൽ 1 2 3 4 1.1 2.5 റൂട്ട് 2 അങ്ങനെയുള്ള എലമെന്റ്സ് എല്ലാം ഉണ്ട് ആറിനകത്ത്. അതുപോലെ ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓരോ സ്പേസിനകത്തുള്ള എലമെന്റ്സ് എങ്ങനെ ഏത് രൂപത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയിടണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് നോക്കാം, സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ്. അപ്പൊ ഇതുവരെ എടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. നമ്മൾ എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ലോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ആണോ? ഞാൻ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ് എടുത്തോട്ടെ. Okay, sir. സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ് കുറച്ച്
സീക്വൻസ് ആയിട്ടുള്ള അതായത് നമ്മൾ ഒരു R/R എടുത്താൽ നമ്മുടെ സ്പേസിനകത്തുള്ള എലമെന്റ്സ് റിയൽ നമ്പേഴ്സ് മാത്രമാണ് അല്ലെ. ഇപ്പൊ MN(R)(R) നമ്മൾ ആദ്യം പറഞ്ഞു. MN(R)(R) എടുത്താൽ നമ്മൾ ആ സ്പേസിനകത്തുള്ള എലമെന്റ്സ് എന്താ MN(R) എടുത്താൽ ആ സ്പേസിനകത്തുള്ള എലമെന്റ്സ് എല്ലാം മെട്രിക്സുകളാണ് അല്ലെ. അതുപോലെ നമ്മൾ ഇനി സീക്വൻസിന്റെ സ്പേസുകൾ എടുക്കാം. ആ സ്പേസിനകത്ത് ഫുൾ സീക്വൻസുകളായിരിക്കും. അതായത് റിയൽ നമ്പറിനകത്ത് 1 എടുക്കുക 2 എടുക്കുക എന്ന് പറയുന്നവര് നമ്മുടെ സ്പേസിനകത്തുള്ള ഓരോ എലമെന്റുകളും എന്തായിരിക്കും സീക്വൻസുകളായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്ന ലെറ്റ് x = C0. ഈ ലെറ്റർ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നിങ്ങളുടെ ബുക്കിൽ എന്താണ് അതാണ്. ഓക്കെ, അതിനായിരിക്കും ചോദിക്കാം. ഈ C0 പ്രത്യേകത എന്താ? C0 അതായത് നമ്മുടെ വെക്ടർ സ്പേസ് ആണ്. ഓവർ എന്താണോ K ആണെങ്കിൽ K. ഓക്കെ, ഈ C0 എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ എന്തിന്റെ കളക്ഷൻ? സെറ്റ് ഓഫ് ഓൾ സ്കാലാർ സീക്വൻസസ് വിച്ച് ഹാവ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എലിമെന്റ്സ്. സോ സെറ്റ് ഓഫ് ഓൾ C0 സ്പേസിനകത്തുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? സെറ്റ് ഓഫ് ഓൾ സ്കാലാർ സീക്വൻസസ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ X/R ആണെങ്കിൽ ഈ സ്കാലർ റിയൽ നമ്പർ ആയിരിക്കും. X/C ആണെങ്കിൽ ഈ സ്കാലർ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. X/K ഉള്ളത് കൊണ്ടാണ് ഇത് സ്കാലാർസ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ സ്കാലാർ സീക്വൻസസ് have only a finite number of. അപ്പൊ മനസ്സിലായോ C0 അകത്തുള്ള ഒരു എലമെന്റ് എക്സാമ്പിൾസ് പറയാവോ? അതിനകത്തുള്ള ഒരു സീക്വൻസ് എക്സാമ്പിൾ പറയാവോ? അതായത് എന്താ പറയുന്നത്? അതായത് C0 എലമെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി സീക്വൻസർ ആണ്. ആ സീക്വൻസിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ ടേംസേ വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സീക്വൻസ് എടുക്കാവോ? എനിക്ക് 1 0 0 0 0 0 0 എടുക്കാവോ? ഇത് C0 അകത്ത് വരൂ. അതുപോലെ 1 1 0 0 1 1 0 0 1 1 0 0 ഈ ഒരു സീക്വൻസ് C0 അകത്ത് വരൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? C0 എന്ന് പറയുന്ന സീക്വൻസുകളുടെ കളക്ഷൻ തന്നെയാണ്. പക്ഷെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ? ആ സീക്വൻസിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ ടേംസ് മാത്രമേ വരാൻ പാടുള്ളൂ. നോൺ സീറോ എൻട്രീസ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സീക്വൻസ് ഞാൻ എടുത്തു 1 0 0 0 എടുത്തു. അതിനകത്ത് നോൺ സീറോ എൻട്രി ആയിട്ട് ആകെ ഈ 1 മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ബാക്കി എല്ലാം 0 ആണ്. അപ്പൊ നോൺ സീറോ എൻട്രി ആയിട്ട് ആകെ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. അപ്പൊ ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് ഈ 1 0 0 ഷുഡ് ബി ബിലോങ്സ് ടു C0. ഓക്കെ, മനസ്സിലായോ? അത് ഇനി സെക്കൻഡ് എക്സാമ്പിൾ എടുത്താൽ 1 1 0 0 1 1 0 0 2 ടേംസ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 1 1 1 1 1 1 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫൈനൈറ്റ് ആണോ? അല്ല, പോയിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഇൻഫൈനൈറ്റ്ലി പോയിക്കൊണ്ടേയിരിക്കുകയല്ലേ. അപ്പൊ ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ ടേംസ് അല്ല, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ ടേംസ് ആണ്. അപ്പൊ ഈ സീക്വൻസ് എവിടെ ഉണ്ടാവില്ല? C0 ഉണ്ടാവില്ല. കാര്യം മനസ്സിലായോ? ഇത് മനസ്സിലായോ? സെറ്റ് മനസ്സിലായോ? മീൻസ് ഈ C0 അകത്തുള്ള എലമെന്റ്സ് എടുക്കാൻ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ലെറ്റ് x = C0 ഓവർ എന്താണോ R ഞാൻ എടുത്തു. ഓക്കെ, അപ്പൊ C0 എന്ന് പറഞ്ഞാൽ എന്താ? C0 എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ് അല്ലേ? C0. അപ്പൊ MN(R) എന്ന് പറഞ്ഞാൽ അകത്തുള്ളത് എല്ലാം മെട്രിക്സുകളായിരിക്കും. ശരിയല്ലേ? അതായത് C0 എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സും സീക്വൻസുകളാണ്. എന്താ പ്രത്യേകതകളുണ്ട്? സീക്വൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതുക? അപ്പോ 1 2 3 അങ്ങനെയാണ് നമ്മൾ സീക്വൻസിന്റെ ജനറൽ നൊട്ടേഷൻ. 1 2 3 4 5 6 7 ഇതൊരു സീക്വൻസ് ആണ് അല്ലേ? നമ്പേഴ്സിന്റെ ഇൻഫൈനൈറ്റ് കളക്ഷൻ ഓഫ് നമ്പേഴ്സ് അല്ലേ? ഒരു ഓർഡറിൽ എഴുതുന്നതല്ലേ സീക്വൻസ്? ആക്ച്വലി 1 2 3 4 5 6 7 ഇതൊരു സീക്വൻസ് അല്ലേ? 1 1 1 1 1 1 ഒരു സീക്വൻസ് അല്ലേ? അല്ലേ? പക്ഷെ C0 അകത്ത് എന്റെ ഈ സീക്വൻസ് വരണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എടുത്ത 1 1 1 1 2 3 4 5 6 വരണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട്. നമ്മൾ എഴുതിയ ഓരോ എൻട്രി, ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് എൻട്രി, തേർഡ് എൻട്രി, അങ്ങനെ ഓരോ എൻട്രീസ് എടുക്കുവാണെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എൻട്രീസ് മാത്രമേ നോൺ സീറോ ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. നോൺ സീറോ ആയിട്ട് എന്ന് വെച്ചാൽ ബാക്കി മുഴുവനും 0 ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ 1 0 0 0 നിങ്ങൾക്ക് എടുക്കാം, 0 1 0 0 0 എടുക്കാം. കാരണം അവിടെ നോൺ സീറോ എൻട്രി ആയിട്ട് ഒരൊറ്റ തവണ 1 റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 5 ടേം 1 ആക്കി എടുത്തിട്ട് പിന്നെ ഫുള്ള് 0 0 0 0 കൊടുക്കാം. ബാക്കി എല്ലാം 0 കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 5 ടേംസ് നോൺ സീറോ എൻട്രി വന്നുള്ളൂ. അപ്പൊ ഇയാള് ഈ C0 അകത്ത് വരും.
ഓക്കെ, ഇനി വേണമെങ്കിൽ 1 കൊടുത്തു, പിന്നെ ഇങ്ങനെ 0 കൊടുത്തു. 1 വേണം 5 കൊടുക്കാം, 5 കൊടുത്തു, പിന്നെ 0 കൊടുത്തു. 1000 ടേം 5 കൊടുത്തു, പിന്നെ 0 2000 ടേം 5 കൊടുത്തു, പിന്നെ പോയി 2000, പിന്നെ 3000 ടേം 5 കൊടുത്തു, പിന്നെ 4000 5 കൊടുത്തു. ഇങ്ങനെ ഒരു സീക്വൻസ് ഇതിനകത്ത് വരും. അതും വരില്ല. കാരണം എന്താ, ആദ്യത്തെ ടേം 5 ആയി, 1000 ടേം 5 ആയി, 2000 ടേം 5 ആയി, 3000 ടേം 5 ആയി. അത് പിന്നെ അതങ്ങനെ നിൽക്കുന്നില്ല, പോയിക്കൊണ്ടേയിരിക്കണം. അതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ് അല്ല വരെ, അല്ലെ? ഇവിടെ നമുക്ക് 5 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇൻഫിനിറ്റ്ലി മെനി 5 നോൺ സീറോ എൻട്രീസ് ആയിട്ട് ഈ സീക്വൻസിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെവിടെ വരില്ല, അത് C0 അകത്ത് വരില്ല. ഓക്കെ, നമുക്ക് 1 1 1 1 1 1 ഒരു 100 ടേം എടുത്തിട്ട് പിന്നെ ഫുൾ 0 അതായത് ആദ്യത്തെ 100 എൻട്രീസും 1 1 1 എടുത്തിട്ട് പിന്നെ ഫുള്ള് 0 എന്ന് കൊടുത്താൽ ഇത് C0 അകത്ത് വരും. കാരണം എന്താ, ഇതിനകത്തുള്ള നോൺ സീറോ എൻട്രീസ് 1 1 1 മാത്രം ഞാൻ എടുക്കുന്നു വിചാരിക്കണ്ട. 1 2 3 4 എടുത്തു, 2 3 4 5 2 3 4 5 ഇങ്ങനെ ഒരു 100 വരെ, 100th ടേം വരെ കൊടുക്കുക, പിന്നെ ഫുൾ 0 കൊടുക്കുക. അപ്പൊ ഈ ഒരു സീക്വൻസിനകത്ത് നോൺ സീറോ എൻട്രീസ് ആയിട്ട് എത്ര ടൈംസേ ഉള്ളൂ? 100 ടൈംസേ ഉള്ളൂ. 2 3 4 5 2 3 4 5 അങ്ങനെ 100 ടേംസ് ആണ് നോൺ സീറോ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാം 0 ആണ്. അപ്പൊ ഈ സീക്വൻസിന് അവിടെ വരും, C0 അകത്ത് വരും. അതാണ് C0 എന്ന് പറയുന്ന സ്പേസിന്റെ പ്രത്യേകത. സെറ്റ് ഓഫ് ഓൾ സ്കാലാർ സീക്വൻസസ് വിച്ച് ഹാവ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ. ഞാനൊരു സീക്വൻസ് എഴുതിയ അതിലെ നോൺ സീറോ ടേം ആയിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന അത്ര ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ്. കാര്യം പിടി കിട്ടിയോ? ഒന്നുകൂടെ പറയണം. ഓക്കെ ആണോ? ഒന്നുകൂടെ എക്സാമ്പിൾ പറയണോ? അല്ലെ നിങ്ങൾ തന്നെ ഒരു സീക്വൻസ് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അത് വരുമോ ഇല്ലോ എന്നും പറയാം, നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ. സീക്വൻസ് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. യെസ് സർ, സീക്വൻസ് എന്താ പറയാ? സീക്വൻസ് അറിയാം. അതിൽ എല്ലാ സീക്വൻസും C0 അകത്ത് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ 2 2 2 2 2 2 2 എന്നുള്ള സീക്വൻസ് എടുത്താൽ C0 അകത്തുള്ള സെറ്റാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ കണ്ടീഷൻ ഉണ്ട്. C0 അകത്ത് വരുന്ന സീക്വൻസിന്റെ പ്രത്യേകതയുണ്ട്. എന്താ? സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് വിച്ച് ഹാവ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എൻട്രി. ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എൻട്രി, അതായത് 0 അല്ലാത്ത നോൺ സീറോ ആയിട്ടുള്ള എൻട്രീസ്. ബാക്കിയുള്ള നമ്പേഴ്സ് ഫൈനൈറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെ 2 2 2 2 2 എത്ര തവണ വന്നു? വന്നിട്ടുണ്ട്. അപ്പൊ ഇത് C0 അകത്ത് വരത്തില്ല. ഓക്കെ, 100 99 98 97 എക്സെട്ര 1 0 0 0 0 0 എന്ന് കൊടുത്താലും ഈ സീക്വൻസ് C0 അകത്ത് വരും. കാരണം എന്താ, ഇവിടെ നോൺ സീറോ എൻട്രി ആയിട്ട് ആകെ ഒരു 100 ടേംസേ ഉള്ളൂ. ആദ്യത്തെ 100 ടേംസേ ഉള്ളൂ. ശരിയല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ കൂടെ പറയാം. C0 എന്ന് പറഞ്ഞാൽ 0 കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസിനെ കളക്ഷൻ, അങ്ങനെയും പറയാം. അങ്ങനെ അല്ല, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ 0 ആവുന്നുണ്ട്. അപ്പൊ 0 പോകുന്ന സീക്വൻസുകളെല്ലാം ഇതിനകത്ത് വരും, പക്ഷെ എല്ലാ സീക്വൻസും വരില്ല. കൺഫ്യൂഷൻ ആവാണ് ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെ പഠിച്ചു വെച്ചാൽ മതി. സെറ്റ് ഓഫ് ഓൾ സ്കാലർ സീക്വൻസസ് വിച്ച് ഹാവ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ്. ഞാൻ എഴുതിയ എല്ലാ എക്സാമ്പിളിലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ 0 ആണ്. അപ്പൊ 0 സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 0 കൺവേർട്ട് ചെയ്യുന്ന എല്ലാ സീക്വൻസുകളും ഈ C0 അകത്ത് വരുന്നുണ്ട്. പക്ഷെ ഈ 1/n എന്ന് പറയുന്ന സീക്വൻസ് എന്താ? 1/n എന്ന് പറയുന്ന സീക്വൻസ് 0 കൺവേർട്ട് ചെയ്തിട്ട് 1/n എന്ന് പറഞ്ഞാൽ 1 1/2 1/3 1/4 എന്നാണ്. ഇവിടെ എല്ലാ ഡിജിറ്റ്സും നോൺ സീറോ എൻട്രി ആണ്. അപ്പൊ പക്ഷെ ഇയാൾ ഇതിനകത്ത് വരുന്നില്ല. പക്ഷെ ഇയാൾ 0 കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ C0 ഫൈനൈറ്റ് അല്ല അവിടെ വരുന്നത്, ഇൻഫൈനൈറ്റ് ആണ് വരുന്നത്. നോൺ സീറോ എൻട്രി ഇൻഫൈനൈറ്റ് ആണ് 1/n കേസ്. അപ്പൊ ഈ 1/n എന്ന് പറയുന്ന സീക്വൻസ് ക്യാപിറ്റൽ X C0 അകത്ത് വരുന്നില്ല. പക്ഷെ C0 അകത്തുള്ള എല്ലാ സീക്വൻസിലും 0 കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാ 0 കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസുകളും C0 അകത്തില്ല. ഞാൻ പറഞ്ഞൊക്കെ മറന്നു. ഇത് ഇത്ര പഠിച്ചു വെച്ചാൽ മതി. X = C0 സെറ്റ് ഓഫ് ഓൾ സ്കാലർ സീക്വൻസസ് വിച്ച് ഹാവ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എൻട്രി. എന്നുവെച്ചാൽ നോൺ സീറോ എൻട്രി ആയിട്ട് ആ സീക്വൻസിൽ ഫൈനൈറ്റ്ലി എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന അത്ര ആൾക്കാരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ഒരു 1000 ടേം നിങ്ങൾക്ക് നോൺ സീറോ കൊടുത്തിട്ട് പിന്നെ ഫുള്ള് 0, അല്ലെ 1 2 3 4 1000 വരെ കൊടുക്കുക 0 ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾസ് എടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നമുക്ക് വേണ്ടത്.
ഒരു സ്പേസ് ആണ്, അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾസ് എടുക്കാൻ കിട്ടണം. ഇതിപ്പോ ഒരു സ്പേസ് ആയിട്ടുള്ളൂ. ഇനിയും ബാക്കിൽ ഓരോരോ സ്പേസ് വരും, അതിനകത്ത് ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പൊ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ ആണോ? അപ്പൊ നമുക്കിപ്പോ എന്തായി, ഇതൊരു വെക്ടർ സ്പേസ് ആയി. അതായത് സി നോട്ട് നോട്ടിന്റെ വെക്ടർ സ്പേസ് ആണ് ആക്ച്വലി. പ്രൂവ് ചെയ്യുന്നില്ല, പക്ഷെ അതാണ്. അപ്പൊ വെക്ടർ സ്പേസ്, നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ സ്പേസ് നമ്മൾ പിന്നെ എന്താ ചെയ്യുക? ഇത്ര നേരം എന്താ ചെയ്തത്? അതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? നോമോ ഇന്നർ പ്രൊഡക്റ്റോ ഒക്കെ അതിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നില്ലേ നോക്കുക. അതിൽ നമ്മൾ എത്ര നേരം ചെയ്തത്? എക്സ് ഈസ് എ വെക്ടർ സ്പേസ് ഓവർ കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ അതെന്തായി? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആയി. ആ സ്പേസിനകത്ത് ഒരു നോം ഡിഫൈൻ ചെയ്യാൻ പറ്റിയ അതെന്തായി? നോംഡ് സ്പേസ് ആയി. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എക്സ് ഈക്വൽ ടു സി നോട്ട് നോട്ട് എന്ന് പറയുന്ന വെക്ടർ സ്പേസ് അഥവാ ലീനിയർ സ്പേസ് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇനി ഒരു നോമോ ഇന്നർ പ്രൊഡക്റ്റോ ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നോ? അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഇവിടെ നൽകാം. അതായത് എല്ലാ ഇന്നർ പ്രൊഡക്റ്റും നോർമൽ സ്പേസ്, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് നോർമൽ സ്പേസ് ആണ്. പക്ഷെ എല്ലാ നോർമൽ സ്പേസും ഇന്നർ പ്രൊഡക്റ്റ് ആവില്ല എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഓക്കെ, നോക്കാം. ഒരു സ്പേസ് വരുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് എടുക്കാൻ പറ്റുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സീക്വൻസ് ഇത് അതിൽ വരുമോ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ എക്സാമ്പിൾസ് എടുക്കാറില്ല. സി നോട്ട് നോട്ട് ജസ്റ്റ് ഡെഫിനേഷൻ പഠിച്ചിട്ട് അതിനകത്ത് വരുന്ന എം എൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സെറ്റ് അപ്പോൾ എൻ ബൈ എൻ മെട്രിക്സുകളാണെന്ന് അറിയാം. അതുപോലെ നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എലമെന്റ്സ് എങ്ങനെ ഉണ്ടാവുന്ന എടുക്കാൻ അറിയണം. ഓക്കെ, അപ്പൊ സി നോട്ട് നോട്ട് ഉണ്ട്, നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? ഒരു ഇന്നർ പ്രൊഡക്റ്റിനകത്ത് ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനകത്തുള്ള ഒരു ജനറൽ സീക്വൻസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര. നമ്മുടെ കയ്യിലുള്ള എന്താ സീറോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് അല്ലേ? എല്ലാം ഇല്ല, എന്നാലും മോസ്റ്റ്ലി ഫൈനൈറ്റ് നമ്പർ ഓഫ്. സാറേ അതൊന്ന് താഴേക്ക് ഇറക്കി എഴുതാൻ പറ്റും, കാണുന്നില്ല എന്റെ മേളിൽ. നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലായല്ലോ അല്ലെ? നമ്മുടെ കയ്യിലിപ്പോ ഒരു ലീനിയർ സ്പേസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു സി നോട്ട് നോട്ട് ലീനിയർ സ്പേസ് ആണ്. നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യണം? ഒരു നോം ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ ആർബിട്രറി ആയിട്ട് രണ്ട് സീക്വൻസ് എടുക്കുക, എക്സ് ഈക്വൽ ടു x1 x2 x3 എക്സെട്ര. ഓക്കെ, y ഈക്വൽ ടു y1 y2 y3 എക്സെട്ര. സീക്വൻസ് ആണ്, അതുകൊണ്ട് നിൽക്കുന്നില്ല അല്ലെ? അത് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് വൈ എങ്ങനെയല്ലേ ഡിഫൈൻ ചെയ്യുക? ഈക്വൽ ടു ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്താ? സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity xn yn ബാർ. കോംപ്ലക്സ് ആൻഡ്രേ അതുകൊണ്ടാണ് കോൺജുഗേറ്റ് എടുത്തത് yn ബാർ. ഇത് മനസ്സിലായോ? ഇഫ് k ഈക്വൽ ടു r, സി നോട്ട് നോട്ട് ഈസ് എ വെക്ടർ സ്പേസ് ഓവർ r ആണെങ്കിൽ ഈ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ മാറും? xy ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity xn into yn ബാർ ആണ്, പക്ഷെ റിയൽ നമ്പറിൽ കോൺജുഗേറ്റ് ഇല്ല. yn ബാർ ഈക്വൽ ടു yn ആണ് അല്ലെ? yn ബാർ ഈക്വൽ ടു yn in r xn into yn. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തു തരാം. നിങ്ങളിപ്പോ എക്സ് ഈക്വൽ ടു ഈ സീനോട്ടിനകത്തുള്ള ഒരു സീക്വൻസ് എടുക്കുക. 1 1 1 1 1 ആദ്യത്തെ 5 ടേം ഞാൻ എടുക്കുന്നുള്ളൂ, പിന്നെ ഫുൾ 0 0 0 0. അപ്പൊ ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എൻട്രി, 5 നോൺ സീറോ എൻട്രി ഉള്ളൂ. ആ സീനോട്ടിനോട് അകത്ത് വരുന്നുണ്ട്. വൈ ഞാൻ വേറെ സീക്വൻസ് എടുക്കാം, 1 0 1 0 5 0 0 0 0. ഇതിനകത്ത് എന്താ 1 2 3 നോൺ സീറോ എൻട്രി. ഇയാളും ഈ സീനോട്ടിനോട് അകത്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ നിങ്ങൾക്ക് എങ്ങനെ ഈ എക്സിന്റെയും വൈന്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടാം? 1 into 1 അല്ലെ? x1 into x1 പ്ലസ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യും, എങ്ങനെ കിട്ടാം? x1 y1 പ്ലസ് x2 y2. x1 എന്ന് പറഞ്ഞാൽ x എന്ന് പറയുന്ന സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആണ് x1. y1 എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്ന സീക്വൻസിന്റെ ഫസ്റ്റ് ടേം x1 into y1 പ്ലസ് x2 into y2 പ്ലസ് എക്സെട്ര. ഇവിടെ 1 into 1 1 പ്ലസ് 1 into 0 0 പ്ലസ് 1 into 1 1 പ്ലസ് 1 into 0 0 പ്ലസ് 1 into 5 5 പ്ലസ് 0. അപ്പൊ എന്ത് കിട്ടി? 7. ഇന്നർ പ്രൊഡക്റ്റ് 7 എന്ന് കിട്ടി. അപ്പൊ നമ്മളിങ്ങനെ സമ്മേഷൻ ഇട്ടാലും ഇത് ഇൻഫൈനൈറ്റ് ആവില്ല. കാരണം എന്താ? ഈ രണ്ട് സീക്വൻസ് എടുത്താൽ അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ ടേംസേ ഉള്ളൂ. അത് പരസ്പരം ഇൻഡിവിജ്വൽ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ അത് എഗെയിൻ ഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഡിഫൈൻ ചെയ്ത ഇന്നർ പ്രൊഡക്റ്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഇത് മനസ്സിലായോ? സ്പീഡായോ?
ഒന്നുകൂടെ പറയണോ? ഇത് ക്ലിയർ ആയ? ഓക്കെയാണ്. നമ്മൾ Rn എടുത്തു, അപ്പൊ നമ്മൾ n ഈക്വൽ ടു 1 i ഈക്വൽ ടു 1 to n വരെ കൊണ്ടുപോയി. ഇത് സീക്വൻസ് ആണ്, അതുകൊണ്ട് 1 to infinity. പക്ഷെ ഇങ്ങനെ ഡിഫൈൻ ചെയ്താലും ഈ ഒരു ടേമിന്റെ സം എന്ന് പറഞ്ഞത് ഫൈനൈറ്റ് ആയിരിക്കും. കാരണം നമ്മുടെ C0 എലമെന്റ്സിന്റെ പ്രത്യേകത കൊണ്ട്. എന്താ എലമെന്റ്സിന്റെ പ്രത്യേകത? സീക്വൻസസ് വിച്ച് ഹാവ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ്. ആ നോൺ സീറോ എൻട്രീസ് ഫൈനൈറ്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇൻഡ്യൂ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ അവിടെ ചെയ്തില്ല, ഇൻഡ്യൂ ചെയ്ത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 7, അതുപോലെ ഫൈനൈറ്റ് നമ്പറേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തു. അപ്പൊ ഈ C0 ഈ ഇന്നർ പ്രൊഡക്റ്റും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഇതെന്തായി? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇന്നർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇതൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. ആക്ച്വലി ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ആ 3 പ്രോപ്പർട്ടി എന്താ? ഇന്നർ പ്രൊഡക്റ്റ് x accepting x is 0, inner product x is 0 if and only if x equal to 0, inner product x y equal to inner product yx conjugate, inner product ലീനിയാരിറ്റി. ഈ 3 പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്താലേ നമ്മൾ ഇപ്പൊ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ എന്താവുള്ളൂ? ഇന്നർ പ്രൊഡക്റ്റ് ആവുള്ളൂ. ഒബ്വിയസ്ലി ആയിക്കോളും. അപ്പൊ അതിന്റെ പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ഇനിക്വാലിറ്റീസ് ഒക്കെ നമ്മൾ ഇനി പറയും. ഒക്കെ ഓക്കെ, നമുക്ക് എക്സാമിന് അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ പ്രൂവ് ചെയ്യും. അപ്പൊ ഈ C0 എന്ന് പറയുന്ന സ്പേസ് എടുത്ത് വെച്ചു, ഇന്നർ പ്രൊഡക്റ്റ് ചേർത്ത് വെച്ചു. അപ്പൊ അതെന്താ? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആയി. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നോം നമുക്ക് കിട്ടും. അതിൽ നമ്മൾ പഠിച്ചത് ആ നോം എന്തായിരിക്കും എന്നാണ് അടുത്ത ചോദ്യം. എന്താ നമ്മൾ എങ്ങനെ നോംസ് ഡിഫൈൻ ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റ് x raised to 1/2 അല്ലേ? ഇന്നർ പ്രൊഡക്റ്റ് x raised to 1/2 പറയുമ്പോൾ x equal to x1 x2 etc. again x equal to x1 x2 etc. അപ്പൊ സമ്മേഷൻ n equal to 1 to infinity x1 into x1 കോൺജുഗേറ്റ് ആണ്. ഞാൻ mod xn സ്ക്വയർ എഴുതട്ടെ, raised to 1/2. ഇതൊക്കെയാണോ ഞാൻ നോട്ടിൽ എഴുതിയത്? ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്എൻ എക്സ്എൻ ബാർ, സെറ്റിന്റെ സെറ്റ് ബാർ, മോഡ് സെറ്റ് സ്ക്വയർ, മോഡ് എക്സ്എൻ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നോം ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഈ C0 നോം ഡിഫൈൻ, ഈ C0 ഇപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനും കൂടെ ചേർത്ത് വെക്കുമ്പോ ഈ നമ്മുടെ ഇപ്പൊ നമ്മൾ എടുത്ത സ്പേസ് എന്തായി? നോം സ്പേസ്. ഓക്കെയാണോ? ഈ ഒരു സ്പേസിനെ കുറിച്ച് മനസ്സിലാണെങ്കിൽ നമുക്ക് അടുത്ത തിയറം ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് ഒരു 3 ഇനിക്വാലിറ്റി പറയും. പ്രൂഫ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ആ ഇനിക്വാലിറ്റി ഒന്ന് അറിഞ്ഞു വെക്കണം. ഇപ്പൊ C0 ഇനി L2 L3 CB എന്നൊക്കെ കുറച്ച് സ്പേസുകൾ ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ? ഇതിലുള്ള എലമെന്റ്സ് എങ്ങനെയാണ്? ഇതിനകത്ത് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? ഇത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസുമായി നോർമൽ സ്പേസ് വരും. ഓക്കെയാണ്, ഞാൻ അടുത്ത സെക്ഷൻ എടുക്കാം. ഡൗട്ട് എന്തെങ്കിലും ഇപ്പൊ ചോദിക്കാം, ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നോം സ്പേസ് ഒന്നും കൂടി പറയാമോ? നോർമൽ സ്പേസ് അതായത് നമുക്കിപ്പോ x ഈക്വൽ ടു x1 x2 x3 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് അല്ലേ? y ഈക്വൽ ടു y1 y2 y3 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് ആണ്. ഇന്നർ പ്രൊഡക്റ്റ് നോമിക്സ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റ് x, x raised to 1/2 റൂട്ട് അല്ലെ? ഇന്നർ പ്രൊഡക്റ്റ് x എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റ് x എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity എന്താ? x1 into x എന്ന് പറഞ്ഞാൽ x1 x2 x3 again x എന്ന് പറയുമ്പോൾ x1 x2 x3. ഇപ്പൊ x1 into y1 കോൺജുഗേറ്റ്, y1 ന്റെ സ്ഥാനത്ത് ഇവിടെ x ആണ്. അപ്പൊ x1 കോൺജുഗേറ്റ് അല്ലേ? ഞാൻ എക്സ്പാൻഡ് ചെയ്തേ. x1 into x1 കോൺജുഗേറ്റ് പ്ലസ് x2 into x2 കോൺജുഗേറ്റ് പ്ലസ് x3 into x3 കോൺജുഗേറ്റ് പ്ലസ് എക്സെട്ര n equal to 1 to infinity ആയിരുന്നു. ഇനി സെറ്റ് into സെറ്റ് ബാർ മോഡ് സെറ്റ് സ്ക്വയർ എഴുതാം. സെറ്റ് into സെറ്റ് ബാർ equal to മോഡ് സെറ്റ് സ്ക്വയർ. x1 into x1 bar mod x1 square plus mod x2 square plus etc. ഇതിനെ കുറച്ചുകൂടെ സമ്മേഷൻ ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? റേസ് ടു 1/2 കൊണ്ട് ഞാൻ വിട്ടതാണ്. റേസ് ടു 1/2 ഉണ്ട്. സമ്മേഷൻ n equal to 1 to infinity mod xn square the whole raised to 1/2. ഇത് ഫൈനൈറ്റ് ആയിരിക്കും, കാരണം നമ്മുടെ സീക്വൻസിന്റെ പ്രത്യേകത ഏതാണ്? ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഇടാം. ഇതേ എക്സാമ്പിൾ നോക്കിയാൽ മതി. നിങ്ങൾ x equal to 1 1 1 1 5 1 പിന്നെ 0. അപ്പൊ നോം x എന്താ വരിക? ഇവിടെ നോം x equal to 1 into 1 plus 1 into 1 plus 1 into 1 plus 1 into 1 plus 1 into 1 5 പിന്നെ റൂട്ടും വരും. അപ്പൊ √5 എന്ന് വരും.
അത് മനസ്സിലായോ? ഞാൻ ഒന്ന് എഴുതണോ അത്? എഴുതാം. √5 എന്ന് മനസ്സിലായോ? ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുത്തില്ലേ നമ്മള്? അതായത് ഞാൻ നോമിക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. നോമിക്സ് എന്ന് പറയുമ്പോൾ അതായത് x ഈക്വൽ ടു 1 1 1 1 1 0 0 0. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ C0 അടുത്തൊരു സീക്വൻസ് ആണ്. ഇതിന് നോമിക്സ് എന്ത് വരും? നോമിക്സ് എന്ന് പറയുമ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity mod xn square raised to 1/2. സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity mod xn square the whole raised to 1/2 അല്ലേ? എന്ന് വെച്ചാൽ mod x1 square plus mod x2 square plus etc raised to 1/2. ഇതിൽ mod x1 square എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആളെന്താ? x1 ആണ് 1. അപ്പൊ അതിന്റെ മോഡുലസ് 1 1 square 1 പ്ലസ് സെക്കൻഡ് ടേം 1 1 square പ്ലസ് 1 square പ്ലസ് തുറന്നു എഴുതണ്ടല്ലോ 1 square plus 1 square plus 1 square plus 1 square പ്ലസ് ഇതൊക്കെ 0 ആണ് അല്ലെ? raised to 1/2 എന്ത് വരും? 5 times 1 ഉണ്ട്. അപ്പൊ 5 raised to 1/2. 5 raised to 1/2 ആണ് ഈ 1/2 ആണ് √5. അപ്പൊ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് C0 എന്ന് പറയുന്ന സ്പേസും അതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ്. ഇന്നർ പ്രൊഡക്റ്റ് അത് ഇൻഡ്യൂസ് ചെയ്യുന്ന നോം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് എന്താ നോം x ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് x raised to 1/2. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് തിയറം 2. തിയറം 2 പറഞ്ഞാൽ യെൻസ് ഇൻഇക്വാലിറ്റി, ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി, മിനിസ്കൽസ് ഇൻഇക്വാലിറ്റി. ആ ഇൻഇക്വാലിറ്റീസ് അറിയണം നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സീക്വൻസിന്റെ കേസിലൊക്കെ നമുക്ക് നോം നമ്മളിപ്പോ ചുമ്മാ എഴുതി അത് നോമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ നോമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യണമെങ്കിൽ ആ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചു നോമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ 3 പ്രോപ്പർട്ടി കാണിക്കണം. അപ്പൊ ഇതിന്റെ ട്രയാംഗിൾ ഇൻഇക്വാലിറ്റി ഒക്കെ കാണിക്കാനാണ് നമുക്ക് ഈ മിനിസ്കോസിസ് ഇൻഇക്വാലിറ്റീസ് ഒക്കെ ആവശ്യം. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ 3 ഇൻഇക്വാലിറ്റി ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് എക്സ് ഇൻഇക്വാലിറ്റി തിയറം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രൂഫ് ഒന്നും ഉണ്ടാവില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് അത് മാത്രം നിങ്ങൾക്ക് ബനാക് സ്പേസ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കാനുള്ള ട്രൂ ഓർ ഫോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ബനാക് സ്പേസ് ആണോ? ബനാക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നോർമൽ സ്പേസ്. അപ്പൊ നോം എന്താണെന്നും നോർമൽ സ്പേസ് എന്താണെന്നൊക്കെ അറിയണം. അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്പേസിൽ C0 ഒക്കെ തന്ന എലമെന്റ്സ് എന്താണ്, അതിലെ ഇന്നർ പ്രൊഡക്റ്റ് എന്താണ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ C0 ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ഇന്നർ പ്രൊഡക്റ്റ് ആണെങ്കിൽ പിന്നെ ഒബ്വിയസ്ലി നോർമൽ സ്പേസ്. നോർമൽ സ്പേസ് ആണെങ്കിൽ അത് മെട്രിക് സ്പേസ് ആണ്. അതൊക്കെയാണ് നമ്മൾ തന്നെ പഠിച്ചത്. തിരിച്ചൊരു ചോദ്യമാണ് നമുക്കിപ്പോ കിട്ടാതെ എന്താ എല്ലാ നോർമൽ സ്പേസും ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് ആയിട്ടില്ല. നമ്മൾ പറയും let a greater than or equal to 0, b greater than or equal to 0, then എന്താ a into b എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു a raised to b by p പ്ലസ് b raised to q by q ആണ്. ഈ p and q നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ എന്താ പ്രത്യേകത? 1/p plus 1/q എപ്പോഴും ഈക്വൽ ടു 1 ആവുന്ന രീതിക്ക് നിങ്ങൾക്ക് p and q ചൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് a b എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു a raised to p by p plus b raised to q by q. നിങ്ങൾക്ക് p and q ചൂസ് ചെയ്യാം. ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ഇപ്പൊ p equal to 2 q equal to 2 കൊടുത്താൽ 1/2 plus 1/2 1 അല്ലേ? അപ്പൊ a b should be less than or equal to a square by 2 plus b square by 2. ഇതാണ് യെൻസ് ഇൻഇക്വാലിറ്റി. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അടുത്ത പറയട്ടെ ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി. ഹലോ, യെൻസ് ഇൻഇക്വാലിറ്റിയുടെ കുറച്ചുള്ള ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ സീക്വൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ല? ഹലോ സാറെ p equal to 2 q equal to 2 എടുക്കുമ്പോ ഇത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ. ഇതിനിപ്പോ കാണുന്നില്ലല്ലോ.
ഇല്ല. ഒരു മിനിറ്റ്. വൺ ബൈ പി പ്ലസ് വൺ ബൈ ക്യൂകൾ 1 ആവുന്ന രീതിക്ക് പി ക്യൂ ചൂസ് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. പി ഈക്വൽ ടു 2 ക്യൂ ഈക്വൽ ടു 2 കൊടുത്ത 1/2 പ്ലസ് 1/2. സ്ക്രീൻ ഷെയറിംഗ് ഇതായിട്ടുണ്ട്, ഓഫായി പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. അതായത് 1/p പ്ലസ് 1/q 1 ആവുന്ന രീതിയിൽ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. പി ഈക്വൽ ടു 4 ക്യൂ ഈക്വൽ ടു 4/3 എന്ന് കൊടുത്താലോ? നമുക്ക് എന്താ വേണ്ടത്? 1/p പ്ലസ് 1/q 1 ആയാൽ മതി അല്ലെ? ആവുന്ന രീതിക്ക് നിങ്ങൾക്ക് പി ക്യൂ ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഏത് പി ക്യൂ എടുത്താലും ഈ ഇനീക്വാലിറ്റി സെറ്റ് വരും. എ ബി ഓൾറെഡി തന്നിട്ടുണ്ട്, രണ്ട് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് നമ്പർ. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു a raised to p by p plus b raised to q by q or p and q satisfying 1/p plus 1/q equal to 1. അപ്പൊ നമുക്ക് അത് ഏത് പി വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ രീതിക്ക്. ഫോർ എക്സാമ്പിൾ p4 എടുത്തു, q 4/3 എടുത്താൽ 1/4 പ്ലസ് 1/4/3 ആണ്. അത് 3/4 3/4 പ്ലസ് 1/4 1 അല്ലേ? അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ ആണ് സർ. അതിന് തീരം 3 ഹോൾസ് ഇനിക്വാലിറ്റി. ഇതിപ്പോ എ ബി എന്ന് പറയുന്ന ഒറ്റ സെമേ ഉള്ളൂ. a1 p1 പ്ലസ് a2 p2 പ്ലസ് എക്സെട്ര ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാവും? അതാണ് ഹോൾസ് ഇനിക്വാലിറ്റി. ആണല്ലേ? an, pn belongs to k n equal to 1 2 3 etc. അപ്പൊ ആക്ച്വലി a1 a2 a3 etc. അല്ലേ ഇൻഫിനിറ്റി മിനിറ്റ് b1 b2 etc. സീക്വൻസ് ആണ് ആക്ച്വലി. ഓക്കേ. ആൻഡ് ഫോർ 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി. p എന്ന് പറയുന്നത് 1 നും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള ഒരു നമ്പർ. ആൻഡ് ക്യൂ ബി സച്ച് ദാറ്റ് നമ്മൾ ക്യൂ എന്ത് നമുക്ക് ഓൾറെഡി പി നമ്മൾ എടുത്തു 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പൊ 1/p നമുക്ക് അറിയാം അല്ലെ? 1/p പ്ലസ് 1/q ഈക്വൽ ടു 1 ആവുന്ന രീതിയിൽ പിന്നെ നമ്മൾ ക്യൂ ചൂസ് ചെയ്യാണ് ചെയ്യുക. അറിയാലോ? പി നമ്മൾ എടുത്തു, അപ്പൊ പിന്നെ ക്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലേ? 1/q ഈക്വൽ ടു 1 മൈനസ് 1/p. 1/q ഈക്വൽ ടു p മൈനസ് 1/p. അപ്പൊ ക്യൂ എന്തായി? p ബൈ p മൈനസ് 1 ആയിട്ട് ചൂസ് ചെയ്യാം. എന്നാല് അത് 1/p പ്ലസ് 1/q 1 ആവുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി ഒരു പി എടുത്ത് അടുത്ത ക്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കാലോ. അപ്പൊ ഞാൻ ഇവിടെ p4 എടുത്തപ്പോ q 4/3 ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്താണ്. എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു? സമ്മ് ബാലൻസ് ആണ്. അതുപോലെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പി ചൂസ് ചെയ്ത അടുത്ത ക്യൂ എന്ന് പറഞ്ഞത് p ബൈ p മൈനസ് 1 ആക്കി എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു ഇനിക്വാലിറ്റി എന്താ പറയുന്നത്? summation n equal to 1 to infinity a and b should be less than or equal to summation n equal to 1 to infinity mod a and raised to p the whole is to 1/p plus summation n equal to 1 to infinity mod b and raised to q the whole is to 1/p. ഇവിടെ പ്രൊഡക്റ്റ് ആയി മേലെ പ്ലസ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക, വ്യത്യാസമുണ്ട്. summation n equal to 1 to infinity a and b എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് a1 a2 a3 എന്ന് പറയുന്ന കുറെ നമ്പേഴ്സ് സീക്വൻസ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത്. b1 b2 b3. അപ്പൊ നമുക്ക് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 പ്ലസ് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന് ഞാൻ എങ്ങനെ എഴുതി? സമ്മേഷൻ n equal to 1 to infinity a and b എന്ന് എഴുതി. അതെന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? സമ്മേഷൻ n equal to 1 to infinity mod a raised to b the whole raised to 1 plus the product summation n equal to 1 mod p n raised to q the whole raised to 1. p q ഒക്കെ നമുക്ക് അറിയാം അല്ലേ? ഇതാണ് യങ്സ് ഹോൾസ് ഇനിക്വാലിറ്റി പറയുന്നത് ഫോർ സീക്വൻസസ്.
ഓക്കെ അല്ലേ ഇത്? ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇനിക്വാളിറ്റി ഒന്ന് പഠിച്ചു വെച്ചാൽ. ഓക്കെ ഓക്കെ അല്ലേ? ഹലോ, ഡൗട്ട് ഉണ്ടോ അത്? ഒന്നുകൂടെ പറയണം. സിഗ്മ n equal to 1 to infinity a and p എന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ട്? ഇൻഡു ആണോ ഉദ്ദേശിക്കുന്നത്? ശരി, ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. മോഡ് എ ടു പി, പിന്നെ ആ അതല്ല, സമ്മിന്റെ ഈ രണ്ട് ഇത് എഴുതിയേക്കണില്ലേ സിഗ്മയുടെ അതിനെ ഡോട്ട്, അതെന്താ? ഇവിടെ ഇൻറ്റു പ്രൊഡക്റ്റ് ആണ്. ഇൻഡു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. എക്സാമ്പിൾ എഴുതണോ? ഓക്കെ ആണോ? അത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പി ഈക്വൽ ടു 2 കൊടുക്കുക, ക്യൂ ഈക്വൽ ടു 2 കൊടുത്താൽ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ശരിയല്ല? 1/2 + 1/2. ഞാൻ A1 A2 A3 ആയിട്ട് സീക്വൻസ് എടുക്കാം. 1 1 1 1 0 0 0 എടുക്കാം. B1 ഞാൻ അത് തന്നെ എടുക്കാം. 1 1 1 1 0 0 0 0. ഓക്കെ. A1 A2 A3 A4 B1 B2 B3 B4 ബാക്കിയെല്ലാം 0 ആണ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്ത് വരും? സമ്മേഷൻ n = 1 to infinity a p. എന്താ വരിക? 1 × 1 + 1 × 1 + 1 × 1 + 1 × 1 4 എന്ന് വരും അല്ലേ? > ആവണം. റൈറ്റ് സൈഡ് എന്താ വരിക? മോഡ് എ എന്ന് പറയുമ്പോൾ മോഡ് A1 + മോഡ് A2 + മോഡ് A3 + മോഡ് A4 + റേസ് ടു p the whole is 1/p എന്നാണ്. അപ്പൊ 4 എന്ന് വരും സമ്മ്. 4 റേസ് ടു p സ്ക്വയർ ആണ്. പിന്നെ അതിന്റെ റേസ് ടു 1/2 പ്ലസ് അല്ല ഇൻറ്റു അഗൈൻ 4 സ്ക്വയർ അതിന്റെ റേസ് ടു അല്ല നമ്മള് ലെഫ്റ്റ് സൈഡ് 4 തന്നെ, റൈറ്റ് സൈഡ് എന്താ? 1 സ്ക്വയർ + 1 സ്ക്വയർ + 1 സ്ക്വയർ + 1 സ്ക്വയർ the whole raised to 1/2 into again 1 square + 1 square + 1 square + 1 square the whole raised to 1/2. അപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പൊ എന്ത് വരും? 4 raised to 1/2 പറയുമ്പോൾ 2 2 × 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് തെറ്റില്ല. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ കറക്റ്റ് റൈറ്റ് സൈഡ് വലുതായിട്ട് വരാം. ഞാനിപ്പോ എടുത്ത എക്സാമ്പിൾ ഇപ്പൊ രണ്ടും സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ടാണ് ലെഫ്റ്റും റൈറ്റും 4 4 എന്നാണ്. കാര്യം മനസ്സിലായില്ലേ? ഇവിടെ 4 റൂട്ട് എടുക്കുക. 1/2 റേസ് ടു 1/2 പറയുമ്പോൾ റൂട്ട് എടുക്കാനോ? 4 √ 2. ഇവിടെ 4 √ 2 2 × 4 റൈറ്റ് സൈഡ് 4 ലെഫ്റ്റ് സൈഡ്. അതായത് ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. ലെസ് ദാനും വരാം. വേറെ എക്സാമ്പിൾ എടുത്താൽ ലെസ് ദാൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 4ഉം ഇവിടെ 5ഓ 6ഓ കിട്ടുന്ന പോലെ വരാം. ജസ്റ്റ് ഇനിക്വാളിറ്റി ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടി സ്പീഡിൽ പറയുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഹലോ ഹലോ സാറേ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആകാഞ്ഞിട്ടാണ് ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തത്. ഏതാണ് ഡൗട്ട്? മിനിസ്കോസിസ് ഇനിക്വാളിറ്റി ആണോ? ഞാൻ ജസ്റ്റ് ഇനിക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു അല്ല, വെച്ചാൽ ഞാൻ ചോദിച്ചത് ബാക്കിയുള്ളവരുണ്ട്, അവർക്ക് വോയിസ് ക്ലിയർ ആകാഞ്ഞിട്ടാണോ? ക്ലിയർ ആണ് സാറേ. എടുത്തതിൽ ഡൗട്ട് ഉണ്ടോ? മിനിസ്കോസിസ് ഇനിക്വാളിറ്റി ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇനിക്വാളിറ്റി ചെയ്തോണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത്. നമുക്ക് അങ്ങനെ ജസ്റ്റ് പഠിച്ചാൽ മതി. ഓക്കെ ആണോ? അതൊന്നുകൂടെ എക്സാമ്പിൾ പറയണോ? എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരണോ? ഏതെങ്കിലും ഡൗട്ട് ആയോ? എക്സ് ഇനിക്വാളിറ്റിയോ ഹോൾഡേഴ്സ് ഇനിക്വാളിറ്റിയോ മിനിസ്കോസിസ് ഇനിക്വാളിറ്റി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ച് ഒന്നുകൂടെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു സ്പേസ് ഉണ്ട് എക്സിബിൾ എടുത്തോ, അതുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ക്ലിയർ ചെയ്ത് പോയാൽ മതി. ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് പോവാം. ഏതാണ് ഡൗട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ ആണോ? പറയണോ? മിനിസ്കോസിസ് ഒന്നുകൂടെ പറയണോ? ഓക്കെയാണ് സർ, കുഴപ്പമില്ല. ഞാൻ അടുത്ത എക്സാമ്പിൾ എടുക്കട്ടെ. x = L2. L2 എന്ന് പറയുന്ന അഗൈൻ ഒരു സ്പേസ്. C0 പഠിച്ചതുപോലെ വേറൊരു സ്പേസ് L2.
ോട്ടെ ആക്ച്വലി നമുക്ക് ഒരു മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 4 സെക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇതിൽ ഫസ്റ്റ് സെക്ഷൻ ആണ് നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ സ്പീഡായിട്ട് പോകണം. പിന്നെ സബ്സ്പീസ്, പോർഷൻ സബ്സ്പീസ്, പിന്നെ പേരുള്ള കുറച്ച് തിയറങ്ങൾ. പേരുള്ള തിയറങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ പ്രൂഫ് സഹിതം. ഇപ്പൊ റീസ് ലെമ്മ, ഹാൻഡ് ബനാക് തിയറം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് എത്തണം. തിയറം ബേസ്ഡ് ആണ് ഈ പേപ്പർ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ്? ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രൂ ഓർ ഫോൾസും ഉണ്ട്, ചില തിയറത്തിന്റെ പ്രൂഫും ചോദിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി അങ്ങനെ പ്രൂഫ് ഇല്ല നിങ്ങൾക്ക്. പക്ഷെ അവസാനത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാൻ കണ്ടത് പ്രൂഫ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള 2023 ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ. ഞാനിപ്പോ ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിലൊന്ന് ഹാൻഡ് ബനാക് തിയറം അങ്ങനെയുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ട്രൂ ഓർ ഫോൾസ് പോലെ ഈവൺ ഓപ്പൺ, E2 ഓപ്പൺ ആണെങ്കിൽ E1 + E2 ഓപ്പൺ. അത് ഡയറക്റ്റ് ചോദ്യം. നിങ്ങൾക്ക് ഈ അടുത്ത സെക്ഷനിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ചോദ്യം. E1 + E2 ഓപ്പൺ ആയിരിക്കുമോ അല്ലയോ, ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണെങ്കിൽ ട്രൂ ചെയ്താൽ, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് ചെയ്താൽ. പ്രൂഫ് ഒന്നും എഴുതണ്ട. പക്ഷെ അത് നമുക്കത് അറിയാം, ക്ലിയർ. അത് നിങ്ങൾക്ക് പ്രൂഫ് സഹിതം പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പ്രൂഫ് ചോദിക്കുന്നില്ല, സ്റ്റേറ്റ്മെന്റ് അറിയണം, അതായത് തിയറം അറിയണം. അങ്ങനത്തെ ചോദ്യങ്ങളാണ് സ്റ്റാർട്ടിങ് മുഴുവൻ ഞാൻ കണ്ടത്. അതിൽ ഞാൻ കണ്ടത് ഒരു റീസ് ലെമ്മയുടെ പ്രൂഫ് ഒക്കെ ചോദിച്ചു, പിന്നെ ഹാൻഡ് ബനാക് തിയറത്തിന്റെ പ്രൂഫ് ചോദിച്ചു. അപ്പൊ അങ്ങനെയുള്ള ചോദിച്ച പ്രൂഫുകൾ മാത്രം നമുക്ക് നോക്കാം. ബാക്കി പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, സ്പേസും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് L2 പറയാം. L2ലെ എലമെന്റ്സ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാം. ഓക്കെ ആണോ ക്ലാസ്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് കുറച്ചുകൂടെ സ്പീഡിലും പോകണം, കാരണം ഇപ്പൊ നമ്മൾ എടുക്കുന്ന എല്ലാം ബേസിക്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ക്ലിയർ ചെയ്ത് പോകാം. L2 എടുത്തോട്ടെ. ഓക്കെ സർ. L2 എന്ന് പറയുമ്പോൾ എഗെയിൻ ഒരു സീക്വൻസിന്റെ സ്പേസ് ആണ്. ഓക്കെ, അതായത് ഇതിപ്പോ നമ്മുടെ എല്ലാ സീക്വൻസുകളുടെയും സ്പേസ് ആണ് ഇപ്പൊ ഞാൻ വരച്ചത്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ അത് സീനോ പേര് കൊടുക്കും. അതിനകത്ത് ഒരു കുഞ്ഞു പൂൾ, ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച C0 നോട്ട്. ശരിയല്ലേ? കാരണം എന്താ, 1 2 3 4 പിന്നെ 0 0 0 അല്ലെങ്കിൽ 1 1 1 1 0 0 0 അങ്ങനെയുള്ള സീക്വൻസുകൾ മാത്രം. അതായത് ഫൈനൈറ്റ്ലി നമ്പർ ഓഫ് നോൺസ് ഉള്ള സീക്വൻസ് മാത്രമേ ഉള്ളൂ. 1 2 3 4 5 6 എന്ന് പറയുന്ന സീക്വൻസ് C0 നോട്ടിനകത്തില്ല, പക്ഷെ സിക്കകത്തുണ്ട് അല്ലേ? 1 2 3 4 അല്ലേ? അത് പുറത്താണ്, അത് C0 നോട്ടിനകത്ത് വരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം പിടി കിട്ടിയില്ലേ? സി എന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മുടെ ഭൂമി എന്ന് വിചാരിച്ചു. സി അതായത് C0 നോട്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു സബ് സ്പേസ്, സബ് സി എന്ന് പറയുന്നത് സീക്വൻസുകളുടെ വലിയ സ്പേസ് ആണ്. എല്ലാ സീക്വൻസും എടുത്ത സ്പേസ് ആണ് സി. അതിനകത്ത് C0 നോട്ട് എന്ന് പറയുന്നത് 0 കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസുകളെല്ലാം വരുന്നുണ്ട്. ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ ടേംസ് വരുന്ന സീക്വൻസ് മാത്രം C0 നോട്ട്. പിന്നെ L2 ഇവിടെ വരും. അപ്പൊ L2 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമല്ലോ, ഇവിടെ വരണമെന്നുണ്ട്. അപ്പൊ L2 വരുന്ന സീക്വൻസ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. എന്താ പ്രത്യേകത? L2 വരുന്ന സീക്വൻസിന്റെ പ്രത്യേകത സെറ്റ് ഓഫ് ഓൾ scalar sequences x equal to 1 x എന്താ പ്രത്യേകത എന്നറിയോ? സമ്മേഷൻ n equal to 1 to infinity mod xn square should be less than infinity. ഇതാണ് നമ്മുടെ സ്പേസ്. അപ്പൊ ഇതിനകത്ത് വരുന്ന സീക്വൻസിന് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? L2 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ഒരു സീക്വൻസ് എടുക്കുക, അതിന്റെ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ പ്ലസ് തേർഡ് ടേമിന്റെ സ്ക്വയർ എല്ലാം കൂടെ സം എടുത്താൽ അത് ഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കാം നിങ്ങളോട്, 1 1 1 1 എന്ന് പറയുന്ന സീക്വൻസ് ഈ L2നകത്ത് വരുമോ ഇല്ലയോ? നമ്മൾ ഓൾറെഡി C0 നോട്ട് പഠിച്ചു വരും. C0 നോട്ടിനകത്ത് വരുന്ന സീക്വൻസ് എന്താ? ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ ടേം വരുന്നുണ്ട്. ഈ 1 1 1 1 1 1 എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ ടേമും നോൺ സീറോ ടേം ആണ്. നമ്മുടെ C0 നോട്ടിനകത്ത് വരുന്നെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് വരാൻ പാടും. അപ്പൊ ഈ 1 1 1 എന്ന് പറയുന്ന സീക്വൻസ് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അത് C0 നോട്ടിനകത്ത് വരുന്നില്ല. എന്റെ ചോദ്യം, അത് L2നകത്ത് വരുമോ? വരുമോ? L2നകത്ത് വരണമെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ഈ സമ്മേഷൻ n equal to 1 to infinity mod xn square ഫൈനൈറ്റ് ആയിരിക്കും. ഈ ഫസ്റ്റ് വൺ ആണ് x1, സെക്കൻഡ് വൺ x2, തേർഡ് വൺ x3, ഫോർത്ത് വൺ x5. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x1 square plus x2 square plus x3 square plus etc. ഇത് ഫൈനൈറ്റ് ആയിരിക്കണം.
ഈ സമ്മ നമുക്ക് ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. 1 + 1 + 1 + 1 + എക്സെട്ര എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? 1 + 1 + 1 ഇൻഫൈനൈറ്റ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ അത് ഇൻഫൈനൈറ്റ് അല്ലേ? ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ ഈ 1 1 1 1 1 എന്ന് പറയുന്ന സീക്വൻസ് എവിടെ വരുന്നില്ല? L2-നകത്ത് വരുന്നില്ല. ഇനി 1 0 0 0 എന്ന് പറയുന്ന സീക്വൻസ് എടുത്താൽ അത് വരുമോ? അത് വരും. കാരണം ഈ സംഭവം മോഡ് എക്സ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 ആണ്, അത് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പൊ ഇയാള് L2-നകത്ത് വരും. ഓക്കെ ഓക്കെയാ? സീക്വൻസ് എങ്ങനെ വരികയെന്ന് മനസ്സിലായില്ലേ? എക്സാമ്പിൾ അടുത്ത് പറയണം. ഇപ്പോ 1 1/4 1/9 ഇങ്ങനെ എടുത്താലോ? 1 1/2 1/3 1/4 1/5 ഈ ഒരു സീക്വൻസ് എടുത്താൽ അത് ഇതിനകത്ത് വരുമോ? അപ്പൊ നമ്മുടെ എക്സ് എൻ എന്ന് പറയുന്നത് 1/n ആണ് അല്ലേ? ഈ സീക്വൻസിന്റെ എക്സ് എൻ 1/n അല്ലേ? 1/n എന്ന് പറയുന്ന സീക്വൻസ് L2-നകത്ത് വരണമെന്നുണ്ടെങ്കിൽ സമ്മേഷൻ 1/n the whole square less than infinity ആയിരിക്കണം. അതായത് സമ്മേഷൻ 1/n². അത് ഇൻഫിനിറ്റി അല്ല, ഫൈനൈറ്റ് ആണ്. അത് ഒരു കൺവേർജന്റ് സീരീസ് ആണ് അല്ലേ? 1/n² സമ്മേഷൻ നമ്മൾ പഠിച്ചതല്ലേ? സമ്മേഷൻ 1/n ഇൻഫിനിറ്റി ആണ്. സമ്മേഷൻ 1/n² ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. മനസ്സിലായോ? നിങ്ങൾക്ക് L2-നകത്ത് വരുന്ന ഏതെങ്കിലും സീക്വൻസ് ഒക്കെ എക്സാമ്പിൾസ് പറയാം, കൗണ്ടർ എടുക്കാൻ പറ്റുന്നുണ്ടോ? L2-നകത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ എല്ലാ ടേമിന്റെയും സ്ക്വയറിന്റെ സം എടുത്ത് അത് ഫൈനൈറ്റ് എടുക്കണം. അതാണ് L2-നകത്ത് വരുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 1 1 1 1 എടുത്താൽ അത് വരത്തില്ല. 0 0 0 0 എന്നുള്ള സീക്വൻസ് എടുത്താൽ അത് വരുമോ? 0 0 0 0 എന്നുള്ള സീക്വൻസ് L2-നകത്ത് വരുമോ? സീറോ 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 എന്നുള്ള സീക്വൻസ് എടുത്താൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് സമ്മേഷൻ മോഡ് എക്സ് എൻ സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആവണം. അപ്പൊ ഇവിടെ എന്താ സമ്മേഷൻ എന്ന് വെച്ചാൽ എന്താ? മോഡ് x1² പ്ലസ് മോഡ് x2² പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് ടേം 0 പ്ലസ് സെക്കൻഡ് ടേം 0 പ്ലസ് 0² പ്ലസ് എക്സെട്ര 0 ഫൈനൈറ്റ് ആണ്, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് 0 0 എന്ന് പറയുന്ന സീക്വൻസ് L2-നകത്ത് വരുന്നുണ്ട്. ഇനി 1 2 3 4 5 എന്ന് പറയുന്ന സീക്വൻസ് വരുമെന്നാണ് അതിന്റെ അടുത്ത ചോദ്യം. L2-നകത്ത് 1 2 3 4 5 ഒരു സീക്വൻസിനകത്ത് വരുന്നുണ്ടെങ്കിൽ ആ സമ്മ ഫൈനൈറ്റ് ആയിരിക്കണം. എന്താ? മോഡ് 1² പ്ലസ് മോഡ് 2² പ്ലസ് മോഡ് 3² പ്ലസ് എക്സെട്ര എന്ന് വെച്ചാൽ 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 പ്ലസ് 25 പ്ലസ് എന്തായാലും ഈ സമ്മ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കിട്ടിയത് അതായത് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആണ് കിട്ടേണ്ടത്. പക്ഷെ എനിക്കിപ്പോ എന്റെ സമ്മ കിട്ടിയത് ഇൻഫിനിറ്റി എന്നാണ്. അപ്പൊ അതെന്തായി? ഈ 1 2 3 4 5 6 എന്ന് പറയുന്ന സീക്വൻസ് ഈ L2-നകത്ത് വരുന്നില്ല. കാര്യം പിടി കിട്ടോ? L2-നകത്തുള്ള സീക്വൻസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇത് വരുമെന്ന് പറഞ്ഞാലും മതി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണോ അത്? ഹലോ, മനസ്സിലായില്ല? നിങ്ങളോട് പറയണോ? ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്നല്ലേ പറഞ്ഞ? ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് പറഞ്ഞാൽ ആ സമ്മ് ഫൈനൈറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് ആണെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഫൈനൈറ്റ് ആണെന്ന് ആ സമ്മ് ഫൈനൈറ്റ് ആയിട്ട് ഒരു നമ്പർ കിട്ടണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ 1 1 1 1 ആദ്യത്തെ 100 ടേം 1 1 1 എടുത്തിട്ട് ബാക്കി എല്ലാം 0. അപ്പൊ ഈ സമ്മ എന്താ കിട്ടുക? അത് ഈ L2-നകത്ത് വരുന്നുണ്ടെങ്കിൽ സമ്മ എന്താ വരിക? 1² പ്ലസ് 1² പ്ലസ് 1². ആദ്യത്തെ 100 ടേം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം 0 ആണ്. അപ്പൊ 100 എന്ന് കിട്ടും. ഫൈനൈറ്റ് ആണ്. സമ്മ ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് 1 1 1 1 1 0 0 എന്ന് പറയുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞ സീക്വൻസ് എവിടെ വരും? L2-നകത്ത്.
മനസ്സിലായോ? അത് ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞത് മനസ്സിലായി. Okay. അപ്പൊ ഈ L2-നകത്തുള്ള എലമെന്റ്സിന്റെ പ്രത്യേകതയാണ് സ്ക്വയർ സമ്മബിൾ സീക്വൻസ്. അതായത് നമ്മൾ അങ്ങനെ പറയാം, അതായത് ഓരോ ടേംസിന്റെയും മോഡുലസ് എടുത്തിട്ട് സ്ക്വയർ എടുത്തിട്ട് സം എടുക്കാതെ ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്ന ആൾക്കാരാണല്ലോ L2-നകത്ത് വരിക. അപ്പൊ L2-നകത്തുള്ള സീക്വൻസിന്റെ പ്രത്യേകത എന്താ? അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്ക്വയർ സമ്മബിൾ സീക്വൻസ്. L2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് L2 എന്ന് ചോദിച്ചാൽ സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ സമ്മബിൾ സീക്വൻസ് എന്നാണ് പറയേണ്ടത്. സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ സമ്മബിൾ സീക്വൻസ്. സ്ക്വയർ സമ്മബിൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടേമിന്റെ സ്ക്വയറിന്റെ സമ്മ എടുക്കുക, അത് ഫൈനൈറ്റ് ആകുക, അതാണ് അവർ ഉദ്ദേശിച്ചത്. സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ സമ്മബിൾ സീക്വൻസസ്. ഓക്കെയാണോ? നിങ്ങൾ ഒരു ഐഡിയ ചെയ്യൂ, ജസ്റ്റ് ഒന്ന് എടുത്തൊക്കെ നോക്കൂ. നമുക്ക് ഇതിന്റെ L2 അത് ഡിഫൈൻ ചെയ്തിട്ട് നാളെ ഇനി നമുക്ക് ഈ സ്പേസിനകത്ത് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ COFAB എന്ന് പറഞ്ഞ പുതിയ സ്പേസ് ഉണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് നോക്കാൻ പറ്റുവാണെങ്കിൽ നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു പോവാം. ഞാൻ 2-3 എക്സാമ്പിൾസ് ചെയ്യുള്ളൂ, അതോ അതിന് ഈ ഒരു സെക്ഷൻ ഏകദേശം ആവും. ഓക്കെ, ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാല്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സാർ അത് L സ്ക്വയർ എന്നാണ് വിളിക്കുന്ന സെറ്റിന്? അല്ല, L2 അത് ചില ടെസ്റ്റിൽ മേലെ L2 എന്ന് എഴുതും, ചില ടെസ്റ്റിൽ താഴെ L2 എഴുതും. നിങ്ങളുടെ ടെസ്റ്റിൽ മേലെയാണ്, അതുകൊണ്ട് ഓരോ ഓതേഴ്സിന്റെ ബുക്കിന് അനുസരിച്ച്. ഓക്കെ, L2 എന്നാ വായിക്കുക. ഇൻ ജനറലി നമ്മൾ LP സ്പേസുകളാണ് നമ്മൾ ഇതിന് അടുത്ത് പഠിക്കുന്നതാ. 2 മാത്രമല്ല, L1, L2, L3 ഒക്കെ ഉണ്ട്. Okay, P vary between 1 to 3. LP space എന്നാ പറയാ. അതുപോലെ L2 space. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ നോക്കൂ. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കും. മനസ്സിലാവില്ല, സ്പീഡൊക്കെ ആവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക്. പക്ഷെ പോർഷൻസ് തീരും വേണം, അതുകൊണ്ടാണ് കുറച്ച് ഓടുന്നത്. ബേസിക്സ് ആണ്, നമുക്ക് കുറച്ച് വലിയ തിയറംസിലോട്ട് ഇത് കടക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ ഇക്വാലിറ്റീസ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി എന്നുള്ളൂ. ക്ലാസ് കഴിഞ്ഞതാണോ സാറേ? എങ്ങനെയാണ്? നാളെ എടുക്കാം. ഈ സ്പേസിനകത്ത് ബാക്കിയുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ നാളെ. ഓക്കെ, താങ്ക് യു സാറേ. താങ്ക് യു സർ.